ഹായ്, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ പെരിയാർ നദിയാണ്. ഇങ്ങോട്ട് ഒരു വഴി കാണുന്നത് കണ്ടോ, ഇത് കാട് വഴി നമുക്ക് ഞങ്ങൾ പോകുന്നത് പുഴയിലേക്കാണ്. പുഴയിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴി പോയി കഴിഞ്ഞാൽ കുറച്ച് ഊഞ്ഞാലുകളും ഒക്കെ ആയിട്ട് പുഴയുടെ മറ്റൊരു സൈഡിൽ ചെന്ന് ചേരാം. നമ്മൾ പെരിയാർ നദിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള പെരിയാർ നദിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് അഭയാരണ്യം എക്കോ ടൂറിസം പ്രൊജക്റ്റ് ഏരിയ പാണങ്കുഴി. അത് വിസിറ്റേഴ്സിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ പെരിയാർ നദിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് പുഴയിലോട്ട് പോവാം. കാടിൻ്റെ അകത്തൂടെ കയറി അവിടെ കുറച്ചങ്ങ് ചെല്ലുമ്പോൾ കുറച്ച് ഊഞ്ഞാലുകളൊക്കെ ഫോറസ്റ്റിൻ്റെ വക കെട്ടി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇരുന്ന് ആടി നമുക്ക് പുഴത്തേടെ തീർത്ത് പോയിരുന്ന ഊഞ്ഞാലൊക്കെ ആടാം. അത് നമുക്ക് മറ്റൊരു ദിവസം നമുക്ക് ആ വഴി പോവാം. ഇപ്പം നമുക്ക് ഇവിടുന്ന് നേരെ പുഴയിലോട്ട് പോവാം. നമ്മളിപ്പോൾ ഈ കണ്ടിരിക്കുന്ന ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ചെക്ക് പോസ്റ്റ് ഇപ്പോൾ ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം 6 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെക്ക് പോസ്റ്റ് ഉയർത്തി വെച്ചിരിക്കുകയാണ്. 6 മണി വരെ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉള്ളൂ. അതിനുശേഷം നമ്മൾ പോവുകയാണ്. ജമ്മിയുണ്ട് മുകളിലോട്ട് ഒരു ആരാമാർക്ക്. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. പുഴയിലേക്ക് നടന്നു പോവാം. ശേഷം ഇതിൽ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. ഇതാണ് പുഴയിലോട്ടുള്ള വഴി. അത് കാട്ടിലോട്ടുള്ള നമ്മൾ നേരത്തെ ഊഞ്ഞാൽ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. പക്ഷെ അത് അവരവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഫോറസ്റ്റ് അവിടെ ഒരു കമ്പി ഇട്ടിട്ട് അടച്ചു വെച്ചിരിക്കുന്നുണ്ടോ. ആന ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് വണ്ടി കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. നടന്നു പോവാം ആ വഴി. നമ്മളിത് മറ്റൊരു ദിവസം പോയി കാണിക്കാം. ഇപ്പോൾ നമുക്ക് നേരെ പുഴയിലോട്ട് പോവാം. ഒരുപാട് കിളികളൊക്കെ ഇരുന്ന് കരയുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരു സൈഡ് റബ്ബർ തോട്ടമാണ്. അവിടെ ഒരു കമ്പനി വരുന്നുണ്ട്. ഒരു അരിക്കമ്പനി എന്ന് പറയുന്നു. അരിക്കമ്പനി വരുന്നുണ്ട്. ഇവിടെ ഈ സൈഡ് ഫോറസ്റ്റാണ്. നമ്മൾ ആ കാണിച്ചിരിക്കുന്ന ആ കമ്പി വെച്ചവരെ ഫോറസ്റ്റുകാർ വേലിയിട്ടിരിക്കുന്നത് അവിടം വരെ എത്തി. ഇവിടെയൊക്കെ ഫുൾ ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് ഏരിയയാണ്. റിസർവ്ഡ് ഫോറസ്റ്റാണ്. പക്ഷികളെയൊക്കെ കാണാൻ പറ്റുമോയെന്നറിയില്ല. ഇപ്പോൾ വെള്ളം കയറി കിടക്കണോണ്ടാണ് ആനകൾ ഇല്ലാത്തത്. അല്ലെങ്കിൽ ആനകൾ അപ്പുറത്തുനിന്ന് ഇപ്പോൾ ഭൂതത്താങ്കെട്ട് തുറന്ന് വിട്ടതുകൊണ്ട് ഇവിടെ വെള്ളം കയറിയിരിക്കുകയാണ്. പുഴയിൽ വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താ പറയുക, ആനയ്ക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് അത് അപ്പുറം മലയാറ്റൂർ കാലടി പ്ലാന്റേഷനും മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ല. ആനകൾക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആന ഇപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ കയറുന്നില്ല. അല്ലെങ്കിൽ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്ഥിരം ആന കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തൊട്ടപ്പുറം തൊട്ട് വീടുകളുണ്ട്. ആ വീടുകളിലെ അടുത്ത് ബേക്കിലൊക്കെ സ്ഥിരം ആന വന്നുകൊണ്ടിരിക്കുകയും ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഗാർഡുകളുണ്ടാവും. രാത്രി നിൽക്കുന്ന ഗാർഡുകളുണ്ടാവും. അവർ ഈ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ട് ആനകളെ ഓടിക്കാറുണ്ട്. വീടുകളൊന്നുമില്ല, തോട്ടമാണ്, റബ്ബർ തോട്ടമാണ്. ഒരു സൈഡ് റബ്ബർ തോട്ടമാണ്, ഒരു സൈഡ് കാടാണ്. വെട്ടാൻ വരുന്നവരൊക്കെ രാവിലെ എന്ത് വിശ്വസിച്ച് വരുന്നു എന്നറിയില്ല. കാരണം എപ്പോഴും ആന കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് ഞങ്ങൾ ഇവിടെ പരിചയമായ സമയം മുതലേ കേൾക്കുന്നുണ്ട് ഇവിടെ എന്താ പറയുക, ആനയുടെ ശല്യം ഉണ്ടെന്ന്. തീറ്റ തേടി ആന സ്ഥിരം വരുന്നതാണ്. ഇവിടെയായിട്ട് 1-2 റിസോർട്ടുണ്ട്. ഒരെണ്ണം ഒരു പ്രൈവറ്റ് റിസോർട്ടാണ് തോന്നുന്നു. മറ്റേത് മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അറിയില്ല, ഞങ്ങളിവിടെ റിസോർട്ടിൻ്റെ കാര്യം ഞങ്ങൾക്ക് അത്ര അറിയില്ല. പക്ഷേ 1-2-3 വീടുകളും റിസോർട്ടും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ റിസോർട്ടുണ്ട്. അവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. ഒരു റിസോർട്ടാണോ ഒരു വീടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ആരെങ്കിലും വാടകയ്ക്ക് കൊടുക്കുന്നതാണോ എന്നറിയില്ല.
അവരവിടെ ഇരുന്ന് മദ്യപാനം ഒക്കെ ആണെന്ന് സംശയമുണ്ട്, അറിയില്ല, ഉറപ്പല്ല. കാട്ടുകോഴി പോലത്തെ ഒരു സാധനം പോകുന്നു. കാട്ടുകോഴി പോലത്തെ ഒരു സാധനം. നമ്മൾ അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേനും അത് ഓടിപ്പോവും. എന്തോരം കാണാൻ പറ്റും എന്നറിയില്ല വീഡിയോയിൽ. അത് പോയി. ഇത് ഇവിടെ ആന കയറിയൊരു സ്ഥലം ഉണ്ടല്ലോ. ആന ഇറങ്ങിയതാണ് അവിടെ. ഇത് ഇവിടെ കണ്ട ഇടിച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോന്നല്ലേ? കണ്ട ഇത് ആന ഇറങ്ങിയ വഴിയത്. ആന ഇറങ്ങിയ വഴിയാണ്. ആന കാട്ടുപന്നിയൊക്കെ ഈ വഴി ഇങ്ങനെ ഓടുന്നതാണ്. മൃഗം വരുന്ന ചാല് പോലത്തെ ആണ്. ഈ മൃഗം കൃത്യം ഒരു ചാലിൽ കൂടെ പാസ് ചെയ്യുള്ളൂ. അപ്പം മൃഗം വന്ന ഒരു ചാലാണത്. അപ്പോൾ ഇവിടെ കാണിച്ചെടുക്കുന്നത് ഇതൊക്കെ കണ്ടോ. ഇത് കമ്പിവേലി ഇട്ടിരിക്കുക. ആന വരാതിരിക്കാൻ ഫെൻസിങ് ഇട്ടിരിക്കുന്നു. 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവും. ഇപ്പോൾ കറണ്ട് ഇട്ടിട്ടുണ്ട്. ഇത് പ്രൈവറ്റ് അല്ല, ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ ബൾബ് ഇട്ടിരിക്കുന്നുണ്ടോ? ഈ കമ്പി വേലി പോലത്തെ ഇട്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതുണ്ടോ ബൾബ് മിന്നുന്നുണ്ട്. നമുക്ക് എന്തോരം കാണാൻ പറ്റുമെന്ന് അറിയില്ല വീഡിയോയിൽ. കേട്ടോ, ഇതൊരു റിസോർട്ടാണ്. ഇതൊരു പ്രൈവറ്റ് റിസോർട്ടാണെന്ന് പറയുന്നത്. ഒരു ഡോക്ടറുടെയാണ്. പുള്ളി വിദേശ രാജ്യത്താണെന്നൊക്കെ പറയുന്നുണ്ട്. പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നാലും അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട് ഇടയ്ക്ക്. ഇവിടെയും ഫെൻസിങ് കാണുന്നുണ്ട്. അതിന് കറണ്ട് കൊടുത്തിട്ടുണ്ടെന്നല്ല. അവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. ഫെൻസിങ് ഇതുണ്ടോ, ഇതേ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് കമ്പിയാണ് ഇട്ടിരിക്കുന്നത്. ആനയുടെ ഭയങ്കര ശല്യം. ആരോ ബൈക്ക് വെച്ചിട്ട് പോയിട്ടുണ്ട്. പുഴയിലേക്ക് ആരോ പോയിട്ടുണ്ട്. മിക്കവാറും ചൂണ്ടിടാനായിരിക്കും. മീനിന് തീറ്റ കൊടുക്കാൻ സ്ഥിരം ചേട്ടന്മാർ ഇവിടെ പോയിരിക്കുന്നതാണ്. ഇന്ന് ആരെങ്കിലും ഉണ്ടാവാന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ആ ബോർഡ് നോക്കി. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വളരെ ശോചനീയാവസ്ഥയാണ് ബോർഡിന്. വായിക്കാൻ പറ്റുമെന്നറിയില്ല. പെരിയാർ നദി അപകട മേഖല, വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. വളരെ നമ്മുടെ പുഴ മുന്നിൽ കാണുന്നുണ്ട്. ആ ചേട്ടൻ വഞ്ചി കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ സ്ഥിരമായിട്ട് ഇവിടെ വഞ്ചിയും കൊണ്ട് വന്ന് വലയിടുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോയിൽ എന്തേരം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ വന്ന വഴിയിൽ നിന്ന് നമ്മളിന്ന് റൈറ്റ് തിരിഞ്ഞ് കയറുവാണ്. അവിടെ കുറച്ച് അങ്ങോട്ട് പോവാം. ലെഫ്റ്റ് കുറച്ച് അധികം പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൈറ്റ് പോയിട്ട് നമുക്ക് ലെഫ്റ്റ് പോവാം. മുമ്പിൽ വെള്ളം കലങ്ങിയിരിക്കുകയാണ്. നന്നായിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കുളിക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോവാം നമുക്ക്. ഇതാണ് പെരിയാർ നദി ഒഴുകുന്നത്. സ്ഥിരമായിട്ട് കുളിക്കാനൊക്കെ ആൾക്കാർ വരുന്നതാണ്. വേനൽക്കാലത്ത്, മഴക്കാലത്ത് വെള്ളം കലങ്ങി കിടക്കുന്നതുകൊണ്ട് കുറവാണ്. മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. പലരും വഞ്ചി കൊണ്ട് ഇങ്ങനെ ഇടാറുണ്ട്. ഇതുണ്ടോ, വഞ്ചി ലോക്ക് ചെയ്ത് ചങ്ങലയ്ക്ക് കെട്ടി മരത്തിലോട്ട് കെട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ആരും അടിച്ചുകൊണ്ട് പോകാതിരിക്കാനും ഒഴുകി പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിയിടും. ഒരു സൈഡിൽ പുഴ, ഒരു സൈഡിൽ കാട്. രാജവെമ്പാലയൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണിത്. ഈ രാജവെമ്പാല ഉള്ളത് കൊണ്ട് മറ്റ് പാമ്പുകളൊന്നും ഉണ്ടാവില്ല. രാജവെമ്പാല മറ്റ് പാമ്പുകളെയൊക്കെ പിടിച്ച് തിന്നുന്നത് കൊണ്ട് മറ്റ് പാമ്പുകളൊന്നും ഉണ്ടാവില്ല. ഇതൊരു പമ്പ് ഹൗസാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസ് ആയിരുന്നു. ഇപ്പോൾ അത് വർക്കിംഗ് അല്ല. ഇവിടെ താഴെ ഒരു പാറയുണ്ട്. നമുക്ക് ആ പാറയിലോട്ട് ഇറങ്ങാം. ഇത് ഇവിടെ മരോട്ടിപ്പാറ എന്നറിയപ്പെടും. കാരണം ഇവിടെ ഒരു വലിയ മരമുണ്ട്. ഈ പമ്പ് ഹൗസിൻ്റെ മുകളിലായിട്ട് വലിയൊരു മരമുണ്ട്. വലിയൊരു മരം. അതിന് മരോട്ടി മരം എന്നാണ് പറയുന്നത്. മരോട്ടിക്ക ഉണ്ടാകുന്ന മരം. അതുകൊണ്ട് ഇതിന് മരോട്ടിപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. പെരിയാർ നദി ഒഴുകുന്നു. അപ്പുറം സൈഡ് മലയാറ്റൂർ ഭാഗമാണ്. മലയാറ്റൂർ എന്ന് പറഞ്ഞാൽ മലയാറ്റൂർ കുറച്ചും കൂടെ അങ്ങോട്ട് നമ്മുടെ ആ ഭാഗത്തോട്ടാണ് മലയാറ്റൂർ വരിക. ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിലോട്ട് പാണിയേലി പോരിൻ്റെ ഭാഗം. പാണിയേലിയുടെ ഭാഗമാണ് ഇവിടെ ഒക്കെ. പാണിയേലി പോര് കഴിഞ്ഞിട്ടാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നത്. ഇവിടുന്ന് നേരെ ഒഴുകി മലയാറ്റൂർ, അവിടുന്ന് കാലടി, അവിടുന്ന് ആലുവ, അങ്ങനെ പെരിയാറാണിത്. ചെന്ന് അറബിക്കടലിൽ ചേരും. ആലുവ ഭാഗവും പെരിയാറല്ലേ? ഒറ്റപ്പുഴയല്ലേ പെരിയാർ. ഇത് വേറൊരു ഭാഗം. അവിടെ ഒരു ചേട്ടൻ വഞ്ചി തുഴഞ്ഞു പോകുന്നുണ്ട്.
ഒരു ചേട്ടൻ അവിടെ വഞ്ചി തുഴയുന്നുണ്ട്. എന്തോരം കാണാൻ പറ്റുമെന്ന് അറിയില്ല. മീൻ പിടിക്കാൻ വരുന്നവരാ. നിറയെ മീനുണ്ട് ഈ ഭാഗമായിട്ട്. കണ്ടോ, ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് വഞ്ചി തുഴയുന്നുണ്ട്. നമ്മുടെ ഇടുക്കിയിൽ നിന്ന് ലോവർ പെരിയാർ, അപ്പർ പെരിയാർ, എന്താ പറയുക, ഭൂതത്താങ്കെട്ട് അവിടുന്ന് വഴി ഇടുക്കി ഡാം വഴി വരുന്ന പുഴ. അപ്പോൾ എല്ലാ ഡാമുകളിലൊന്നും പേര് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതുവഴി വരുന്ന പുഴ ഇതിങ്ങനെ വന്ന് ആ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വലിയ വനമാണ്. കുറച്ചും കൂടെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, നേരെ പോയി കഴിഞ്ഞാൽ അത് ആ ടവർ പോലെ പൊങ്ങി വയ്ക്കുന്നുണ്ട് അങ്ങ്. അത് ഏകദേശം മലയാറ്റൂരിൻ്റെ ഭാഗമാണ്. മലയാറ്റൂർ കഴിഞ്ഞ് അതിലൂടെ ഇങ്ങനെ കാലടി പ്ലാന്റേഷൻ അങ്ങനെ പോകുന്ന ആ ഒരു ഫോറസ്റ്റാണിത്. ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ ചൂണ്ടയിടാറുള്ളതാണ്. നമ്മൾ മറ്റൊരു ദിവസം ചൂണ്ടയിടുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഒരുമാതിരി നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. വെള്ളം ഇറങ്ങി പോവുകയാണ്. അപ്പം മീനൊക്കെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ചൂണ്ടയൊക്കെ ഇടുവാണെങ്കിൽ മീൻ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പാർട്ണർ പറഞ്ഞല്ലോ ഇതിൽ നിറയെ രാജവെമ്പാല ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി ഇതിൽ നിറയുണ്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കാണാം. ഇപ്പോൾ കാണുന്നില്ല. വേറെ പാമ്പുകളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. രാജവെമ്പാല പുഴ നീന്തി പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മനുഷ്യരെ അങ്ങനെ കടിക്കില്ല. മനുഷ്യരെ അതിന് ഒരുപാട് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അത് മനുഷ്യരെ കടിക്കത്തുള്ളൂ. അങ്ങോട്ട് കയറി ഉപദ്രവിക്കാതെ രാജവെമ്പാല കടിക്കില്ല. രാജവെമ്പാല മനുഷ്യനെ കടിക്കില്ല. പക്ഷേ മറ്റ് പാമ്പുകൾ പ്രകോപനം ഇല്ലാതെ കടിക്കുമെങ്കിൽ രാജവെമ്പാല പ്രകോപനം ഉണ്ടെങ്കിൽ പോലും വളരെ വിരളമായി മാത്രമേ മനുഷ്യനെ കടിക്കാറുള്ളൂ. ഈ രാജവെമ്പാല ഉള്ളതുകൊണ്ട് മറ്റൊരു പാമ്പുകളും ഇവിടെ ഉണ്ടാവില്ല. കാരണം രാജവെമ്പാല അതുങ്ങളെ തിന്നും. മറ്റ് പാമ്പുകളെ തിന്നാണ് രാജവെമ്പാല ജീവിക്കുന്നത്. അതുകൊണ്ട് മറ്റ് പാമ്പുകളൊന്നും രാജവെമ്പാല ഉള്ളിടത്തുണ്ടാവില്ല. നേരത്തെ പോയ വഴിയിൽ നിന്ന് ഇതാണ് നമ്മൾ വന്ന വഴിയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ വഴി തിരിയാണ്. ഇവിടെ നിന്നും അങ്ങോട്ട് പോയാൽ നമുക്ക് പുഴയുടെ ഭംഗി ആസ്വദിക്കാം. വൈകുന്നേരങ്ങളിൽ ഫാമിലിയും ഒക്കെ ആയിട്ട് മക്കളും ഒക്കെ ആയിട്ട് വന്ന് ആൾക്കാരോട് ഇരുന്നിട്ട് പുഴ കാണാൻ വരാറുണ്ട്. അപ്പോൾ ഇന്നെന്തോണാവോ, ഞായറാഴ്ച ആയിട്ട് വരും. ഇവിടെ ചെരുപ്പിരിക്കുന്നുണ്ടോ 2 ചേട്ടന്മാർ. ഇവിടെ എവിടെയോ പരിസരങ്ങളിലുണ്ട്. എവിടെയാണെന്ന് അറിയില്ല. തോണിക്ക് പോയവരാണോ എന്നറിയില്ല. ഇവിടെ തോണി കിടക്കുന്നുണ്ടോ. അതവിടെ ഒരു ചേട്ടൻ തോണിയിൽ പോകുന്നുണ്ട്. കാണാൻ പറ്റുമോ എന്നറിയില്ല. ഒരു പൊട്ട് പോലെ കാണിച്ചു തരാം. വേണ്ട, ചേട്ടൻ തോണിയിൽ പോകുന്നുണ്ട്. ഇത് പുഴയുടെ സൈഡിൽ കൂടിയാണ് ഞങ്ങൾ നടന്നിട്ട് ഇവിടെ നിന്നിട്ട് വൈകുന്നേരങ്ങളിൽ വന്ന് നിന്ന് ഞങ്ങൾ പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോകും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഈ പുഴയുള്ളത്. ഞങ്ങൾ 2 പേരുടെയും വീടിൻ്റെ അടുത്താണ് ഈ പുഴയുള്ളത്. ഞങ്ങൾ കുറച്ച് നേരം നല്ല ഭംഗിയല്ലേ, ഇത് കാണാൻ തന്നെ എന്ത് രസം, ആസ്വദിച്ചിട്ട് പോകും. അപ്പോൾ ചില സമയങ്ങളിൽ, വേനൽ സമയങ്ങളിൽ ആ കാടിനപ്പുറത്ത് കാണുന്നില്ലേ, ആണല്ലേ, കണ്ടോ ഈ അപ്പുറത്ത് കാടാ. ആ കാടിൻ്റെ അവിടെയായിട്ട് ആനയും കുട്ടികളൊക്കെ വന്ന് നിന്ന് മുള ഒടിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാൻ ആനയും കണ്ടിട്ടുണ്ട്. ഇനി വേനൽ സമയങ്ങളിൽ നമുക്ക് ആ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതും കാണിച്ചു തരാം. മഴക്കാലം ആയതുകൊണ്ട് ആനയൊന്നും ഇറങ്ങില്ല. ഇത്രയും വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ട് നീന്തി വരില്ല. തീറ്റ കുറയും കാട്ടില്. അതെ, അപ്പം ആന ഇറങ്ങുന്നത് തീറ്റ അന്വേഷിച്ചിട്ടാണ് വരുന്നത്. എന്നാലും മറ്റുള്ളവരുടെ കൃഷി കടകളിലൊക്കെ ഇറങ്ങിയിട്ട് അതൊക്കെ നശിപ്പിച്ച് ഓടിച്ച് ഒക്കെ കളഞ്ഞിട്ടേ പോകത്തുള്ളൂ. നമ്മൾ ആദ്യം വരുമ്പോൾ തിണ്ടിൽ നല്ല പൊക്കം ഉണ്ടായിരുന്നു. ഈ മരമൊക്കെ മുങ്ങിപ്പോയി. കണ്ടോ, ഈ മരമൊക്കെ മുങ്ങിപ്പോയി. ആ മരത്തിന്റെ മുകളിൽ വരെ വെള്ളം വന്നു. മരത്തിന് മുകളിൽ വരെ വെള്ളം വന്നുകൊണ്ടാണ് ആ മരത്തിൽ ചപ്പൊക്കെ ഇരിക്കുന്ന കണ്ടോ. അത് ആ മരം മൂട് വെള്ളം വന്നു. വെള്ളം കയറിനടുത്താണ് ചപ്പൊക്കെ ഇരിക്കുന്നത്. കണ്ടോ,
ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇപ്പോൾ മണലാണ് ഇറങ്ങിപ്പോയിട്ട് വെള്ളം വന്ന് കയറി ഇത് ഇവിടം വരെ കയറും. ഇതാ റിസോർട്ടിൻ്റെ ഒരു ഭാഗമാണ്, പുറകുവശമാണ് കാണുന്നത്. അതിൻ്റെ ആ തിണ്ട് വരെ വെള്ളം വരും. അവിടെയൊക്കെ വെള്ളം വന്നിട്ട് മണ്ണൊക്കെ ഇടിഞ്ഞ് മണലാണ് മൊത്തം. നമ്മുടെ പാർട്ണർ ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു പോകുന്നുണ്ട്. കാണുന്നില്ല എല്ലാവരും? നമ്മുടെ പുഴ കാണുന്നില്ലേ? വെള്ളം കയറി കിടക്കുന്ന സമയങ്ങളിൽ വരുന്നത് അത്ര ഗുണകരമായതല്ല. അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് വന്നില്ല. ഇത് നോക്കത്താ ദൂരത്തോളം പുഴ പരന്ന് കിടക്കുകയാണ്. കണ്ടോ, ഇവിടെ എങ്ങും തീരില്ല, അറ്റം വരെ പുഴയാണ്. കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടാവും. കാടായതുകൊണ്ട് ഇഷ്ടം പോലെ കിളികളും ഒക്കെ ഉണ്ട്. പുഴയുടെ ഇപ്പുറ സൈഡിൽ കുറച്ച് വനമുള്ളൂ. അതപ്പുറം അതാ കാണുന്നത് മൊത്തം, ആ പുഴയുടെ ആ അപ്പുറവശം കാണുന്നത് മൊത്തം കണ്ടോ വലിയ കാടാണ്. മുഴുവൻ കാടാണ്. റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പം അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ അറിയില്ല. പറ്റുമെങ്കിൽ നമ്മൾ അതും വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കും അല്ലേ? പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ ഒന്നെങ്കിൽ വഞ്ചി വേണം, അല്ലെങ്കിൽ നീന്താൻ അറിയണം. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ അപ്പുറത്ത് മഹാഗണി തോട്ടമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് മുകളിലോട്ട് ഇതുണ്ട്, വാഴ കൃഷിയൊക്കെ ഉണ്ട്. റിസോർട്ടിൻ്റെ സ്ഥലമാണ്, വാഴ കൃഷിയൊക്കെ ഉണ്ട്. ഇത് മഴവെള്ളമാണെന്ന് തോന്നുന്നു. പുഴയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ നമ്മളെ നോക്കുവാണെങ്കിൽ നമ്മൾ പുഴയിൽ വെള്ളത്തിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുള്ളൂ. കാരണം ഇവിടെ ഒക്കെ ഈ വെള്ളം ഇറങ്ങിപ്പോയി ഈ ഭാഗം ഈ ഇവിടെ ഒക്കെ ശരിക്കും വെള്ളം പുഴയുടെ ഭാഗമാണ് ഗൂഗിൾ മാപ്പിൽ. അതുകൊണ്ട് ഈ ചപ്പ് ചവറ് കിടക്കുന്നുണ്ട്, ഇവിടെ തൊട്ട് പുഴയാണ് ശരിക്കും. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നതൊക്കെ പുഴയാണ്, വെള്ളം ഇറങ്ങിപ്പോയത് തന്നെയാണ്. ഗൂഗിൾ മാപ്പിൽ നോക്കുവാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ നിൽക്കുന്നതായിട്ടാണ് മാപ്പ് കാണിക്കുക. അവിടെ കണ്ടോ ഒരു ഇടുക്ക് പോലെ ഉണ്ടോ ഒരു ഭാഗം, അതൊരു അവിടെ ഒരു റിബൺ, ഒരു ഫോറസ്റ്റുകാർ ഇങ്ങനെ ഒരു റിബൺ വലിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു പുഴ ഒഴുകി വരുന്നതാണ്. ഒരു ചെറിയൊരു തോട് പെരിയാറിലോട്ട് വന്ന് ചേരുന്ന ഭാഗമാണ്. അതിൻ്റെ അവിടെ ഒരു ഇടയ്ക്ക് ആൾക്കാർ അവിടെ ഒരു ഇതുപോലെ തന്നെ മണൽത്തിട്ടയും ആ കാണുന്നത് അത് മലയാറ്റൂരിൻ്റെ ഭാഗമാണ്. അതെ, ഈ കാണുന്ന ഭാഗം അവിടെ ആൾക്കാർ വന്നിരിക്കുകയും ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ ഒരു പ്രാവശ്യം ഞങ്ങൾ നോക്കുമ്പോൾ ആനകൾ വന്നു നിന്നതാണ്. 9 ആന കണ്ടല്ലേ? ഇതുണ്ടോ, ഇവിടെയൊക്കെ വെള്ളം കയറിയതാണ്. കണ്ടോ, മരത്തുമ്മയില്ലാത്ത ചപ്പൊന്നുമില്ല. നമ്മൾ ഇടുന്ന വേസ്റ്റുകളാണ് വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതുകൊണ്ട് നമ്മൾ പുഴയിൽ കൊണ്ടുവന്ന് ഇടുന്ന വേസ്റ്റുകളാണ് വെള്ളം കയറുമ്പോൾ ഈ രീതിയിൽ കാണുന്നത്. കണ്ടോ, നമ്മൾ പ്രകൃതി എന്തോരം വേദനിപ്പിക്കുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കിയോ. ഓരോ മരത്തെ കൂടെ, ഈ പുഴയിലുള്ള ഓരോ മരത്തെ കൂടെ ഇങ്ങനെ വേസ്റ്റ് വന്നിരിക്കുന്നുണ്ട്. അകലെയൊക്കെ ആ വെള്ള പോലെ കാണുന്നത് മുഴുവനും ഈ പ്ലാസ്റ്റിക് വന്നിരിക്കുന്നതാണ്. എന്തേലും വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആ മരത്തെ കൂടെ ഒക്കെ ഓരോ വെള്ള സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഓരോ പ്ലാസ്റ്റിക് വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നതാ. കണ്ടോ, മനുഷ്യരായിട്ട് പ്രകൃതിയെ നശിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണിത്. അപ്പോൾ പരമാവധി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് ഇപ്പോൾ വലിച്ചെറിയൽ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക. ഇതുണ്ടോ, അപ്പോൾ ആ ഭാഗമാണ് മഹാഗണിത്തോട്ടം. പിന്നെ എന്താ ഇല്ലിത്തോട് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണത്. അതൊക്കെ വഴിയെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതെ. മലയാറ്റൂര് തടാകത്തിലോട്ട് പോകുന്ന വഴി, അതായത് മലയാറ്റൂർ അടിവാരത്തോട്ട് പോകുന്ന വഴിക്കുന്ന് എന്താ പറയുക, കാലടി ഭാഗത്തുനിന്ന് വരും. അതായത് മലയാറ്റൂർ താഴെ ഭാഗത്തുനിന്ന് മലയാറ്റൂർ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തെത്താം. ഇല്ലിത്തോട് ഭാഗം, മഹാഗണിത്തോട്ടം, ഇതൊക്കെ ആ ഭാഗങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് വഴിയെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തോരം വീഡിയോയിൽ ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. അവിടെയൊക്കെ ആൾക്കാർ വന്നിരുന്ന് ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം. എന്താ പറയുക, കുട്ടികളൊക്കെ ആയിട്ട് വന്നിരുന്ന് പാർക്ക് പോലെയൊക്കെ ഇരിക്കുന്നതൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, തിരികെ പോവാം.
അതെ, രാത്രി ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. കാരണം എന്താ പറയുക, ആന എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. വെള്ളം ഇപ്പോൾ കൂടി നിൽക്കുന്നതുകൊണ്ട് ആന വരില്ല എന്ന് പറയുന്നു. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ആനയുടെ കാര്യമായതുകൊണ്ട്. അവിടെ ഒരു ഇല്ലിത്തോട് ഷാപ്പ് ഭയങ്കര പ്രശസ്തമാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ ഷാപ്പ് തന്നെയാണോ എന്നറിയില്ല. പിന്നെ അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി, അമ്പലം ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്തായാലും വഴി നമ്മൾ ആ ഭാഗത്തും നമ്മൾ പോയി വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഞങ്ങൾ ഉൾപ്പെടുത്തും. ഇനി ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ അങ്ങോട്ട് വഴി അവസാനിച്ചു, ഇതേ മണലത്തിട്ട് അവസാനിച്ചു. ഇനി അങ്ങോട്ട് അവിടെ കാടുമാണ്, ഇവിടെ പുഴയാണ്. അതെ, വെള്ളം കയറാൻ പോയിക്കൊണ്ടിരുന്നതാ. നമ്മൾ അങ്ങോട്ടൊക്കെ മരത്തിന്റെ അടിയിൽ കൂടി കടന്ന് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നതാ. ഈ ഒടിഞ്ഞു കിടക്കുന്ന മരത്തിന്റെ അടിയിൽ കൂടെ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അവിടെ മണ്ണ് ഇടിഞ്ഞിട്ട് നമുക്കിനി അതിലെ പോകാൻ പറ്റില്ല. മാത്രമല്ല ഇവിടെ നിറയെ മണലാണ്. ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ആഴമുണ്ട്. നിലയുണ്ടോന്ന് അറിയില്ല. കാരണം നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ട് നമുക്ക് കിട്ടുമോന്ന് അറിയില്ല. എപ്പം വേണേലും പുഴയിൽ താന്നു പോകാം. ഭയങ്കര അപകടം പിടിച്ച പുഴയാണ്. ഒരുപാട് ചുഴികളും കുഴികളും കയങ്ങളും ഒക്കെ ഉള്ള ഒരു പുഴയാണ്. ആരും നീന്തൽ അറിയാത്ത ആരും ഇതിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നത്. നീന്തൽ അറിഞ്ഞിട്ടും ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പുഴ അറിഞ്ഞിട്ട് മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക. അറിവില്ലാത്ത ജലാശയങ്ങളിൽ പോയി ഇറങ്ങുകയോ അടുത്ത് നിൽക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ കല്ലിൽ എന്താ കയറ് കെട്ടിയിട്ടിരിക്കുന്നത്? അതെന്താണോ കല്ലിൽ കുറച്ച് കയറ് കെട്ടിയിട്ടിരിക്കുന്നത്? അത് വല്ല മീൻ പിടിക്കാനായിട്ടോ ആൾക്കാർ വല്ല വല ഇടുവോ അങ്ങനെ, അല്ലെങ്കിൽ ചൂണ്ട ഇടുവോ എന്തെങ്കിലും ചെയ്തതായിരിക്കാം. അറിയില്ല. കാണുന്നുണ്ടാവായിരിക്കും, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. പാണിയേലി പോര് എന്ന് പറയും. വെള്ളം പോരടിക്കുന്ന സ്ഥലമാണത്. വെള്ളം തമ്മിൽ വന്ന് പോരടിച്ചിട്ട് വലിയ കുഴികൾ, പാറയിലൊക്കെ ഉള്ള കുഴികൾ ഉണ്ടാകുന്നതാണ്. ആരെങ്കിലും ഒക്കെ അതിൻ്റെ ചുഴികളും കുഴികളും ഉണ്ടാകും പാറയിൽ. ഇതിലൊക്കെ ആൾക്കാർ വീണിട്ട് ആള് വീണ് കഴിഞ്ഞാൽ മരണപ്പെടും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നമ്മളൊരു സൈൻ ബോർഡ് കാണിച്ചിരുന്നു. അത് ഫോറസ്റ്റിന്റെ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നീന്താൻ അറിയില്ല, ഞങ്ങൾ ഇതിൽ ഇറങ്ങുകയില്ല. അതുകൊണ്ട് പുഴ ഇവിടെ ഇങ്ങനെ ഒഴുകി വരുന്നു. ഇരുട്ടായി വരുന്നു. ഇവിടെ അധികം സമയം നിൽക്കാൻ പറ്റില്ല. ഏകദേശം 6 മണി 6:30 സമയമായിട്ടുണ്ട്. നൈറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാല് ഗാർഡ് ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. നമുക്ക് പരിചയമുള്ളതാണ്. പരിചയം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ജീവന് തന്നെയാണ് നമുക്ക് വലുത്. നമുക്ക് വേണമെങ്കിൽ ഗാർഡിന്റെ കൈകാലം പിടിച്ച് നിൽക്കാം. അല്ലെ നമുക്ക് പരിചയമുള്ള ആളാണ്, നമ്മുടെ അയലോക്കംകാരനൊക്കെയാണ്, എന്നാലും നമുക്ക് നിൽക്കാം. പക്ഷെ അവരവരുടെ ജീവന് എപ്പോഴും വില കൽപ്പിക്കുന്നതാണല്ലോ. ആനയ്ക്ക് നമ്മ അങ്ങനെ സ്വന്തം ബന്ധമൊന്നുമില്ല. ഗാർഡിനെ ചിരിച്ച് കാണിച്ച് നിൽക്കും, ആനനെ ചിരിച്ച് കാണിച്ച് നിൽക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പതിയെ പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ ഞങ്ങള് ഇനി മറ്റൊരു ദിവസം ഞങ്ങൾ വല എറിയുന്നതും വലയിൽ മീൻ പിടിക്കുന്നതും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ കടന്നു പോരുന്ന ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കടന്നു പോന്നു കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ആരോ മാർഗ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കാട് കയറി വരുന്ന വഴിയാണെന്ന് പറഞ്ഞു. ആ വഴി വന്നിറങ്ങുന്നത് ഏകദേശമായിട്ട് കാണിക്കാം. ആ ഭാഗമൊക്കെ ആയിട്ട് ആ മരത്തിൻ്റെ അങ്ങേ സൈഡായിട്ട് വന്ന് ഇറങ്ങും. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം. സന്ധ്യ മയങ്ങുന്നതിൻ്റെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കിളികളൊക്കെ പറക്കുന്നു, മനോഹരമാണ്. കിളി ആ മോളിൽ പറക്കുന്നത്, മോളിൽ ആകാശത്ത് വീഡിയോയിൽ കാണുന്നില്ല. അതേ കണ്ട, ഇത് വേറെ എന്തോ കിളി മുകളിൽ ആകാശത്ത്. ഈ കിളി തന്നെയാണ് മുകളിൽ കുറേ പറക്കുന്നുണ്ട്. വാവലാണോ? എന്നാൽ വാവലൊക്കെ വീട്ടിൽ പോകാറായി. അപ്പോൾ അതിൻ്റെ സൂചന സന്ധ്യ മയങ്ങുന്നു എന്നുള്ളതിൻ്റെയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തിരികെ പാർട്ട്ണർ മുന്നോട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ പോവുകയാണ്, ഇതിലോട്ട് മടങ്ങുക. നമുക്ക് പോവാം. മറ്റൊരു വീഡിയോയിൽ കാണാം. രാത്രിയാവുന്നത് മാത്രമല്ല പ്രശ്നം, മിക്ക സമയങ്ങളിലും വരുമ്പോൾ ഞങ്ങളുടെ വീട് ഇവിടെ ഒരു മരത്തടി കിടപ്പുണ്ട്. മരത്തടിയുണ്ട്. ഇവിടെ ഇതുമ്മ കയറി ഇരിക്കുക, കുറച്ചു നേരം നടന്നിട്ട് ആണച്ചൂടെ വന്ന് ഇരിക്കുക. നീ
പുഴയൊക്കെ കാണാൻ വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി മക്കളൊക്കെ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടൊക്കെ ആയിട്ട് വരാം അല്ലേ. അപ്പോൾ വന്നിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. നല്ല ഉറപ്പുള്ള മരം, വീടൊന്നുമില്ല, നല്ല വിലയുള്ള മരം. പിന്നെ രാത്രിയാകുമ്പോൾ അധികം ഇവിടെ ഇരിക്കണ്ട, വല്ലവരൊക്കെ ഇതിനുള്ളിലുണ്ടോയെന്ന് അറിയാൻ പാടില്ല. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത ഒരു നല്ലൊരു വീഡിയോ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. ബൈ.